ഡീലിൻ്റെ ആരോപണം പണ്ട് മുതലേ ഉണ്ട്. ഇപ്പം ഞാൻ പറയാം KG മാരാർ മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോൾ വിജയിക്കും അതുണ്ട്. അല്ല, ഞാൻ 2001 ഞാൻ മഞ്ചേശ്വരത്ത് മത്സരിച്ചിരുന്നു. അപ്പോൾ പിന്നെ ചെർക്കള അബ്ദുള്ളയും പിന്നെ നമ്മുടെ രാമണ്ണറയാണ് സ്ഥാനാർത്ഥി. രാമണ്ണറ CPMൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അപ്പോൾ അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന് കിട്ടിയതിനേക്കാൾ 11,000 വോട്ട് കുറഞ്ഞു അവിടെ. അപ്പോഴെന്താ ഉണ്ടായത്? അവിടെ BJP മത്സരിക്കുന്നു. ഞാനന്ന് BJP പ്രസിഡൻ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡൽഹിയിൽ നിന്നും മറ്റൊക്കെ മാധ്യമപ്രവർത്തകർ വന്നിരുന്നു. കേരളത്തിൽ BJP ജയിക്കാൻ പോകല്ലേ, ഒരു മണ്ഡലം എന്ന നിലയിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു പട തന്നെ അവിടെ വന്നിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായത് ഈ ഡീല് അവിടെ ഉണ്ടായി. അതായത് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി, BJPയെ തോൽപ്പിക്കാൻ വേണ്ടി CPMഉം കോൺഗ്രസും ലീഗും എല്ലാം ഒരുമിച്ച് ചേർന്ന് വലിയ തോതിലുള്ള 10,000 വോട്ട് CPMൻ്റെ ഭാഗത്തു നിന്ന് മുസ്ലിം ലീഗിന് മറച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനവിടെ തോറ്റത്. അതെനിക്ക് നന്നായിട്ടറിയാം. അത് 2001 ഇതുപോലെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വിജയിക്കും എന്നൊരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് രഹസ്യധാരണയുണ്ടാക്കി വോട്ട് കൈമാറ്റം ചെയ്ത് ഇത് പാരമ്പര്യമുള്ള പാർട്ടികളാണ് CPMഉം കോൺഗ്രസും. അവരാണിപ്പോഴ് ഞങ്ങളെ ചാരി പറയുന്നത്. ഇതിൽ വേറൊരു അബദ്ധം കൂടിയുണ്ട്, അതും കൂടി ഞാൻ നിങ്ങളോട് പറയാം. എന്താ ഇങ്ങനെ പറയുന്നത് എപ്പോഴും BJP ബന്ധം എന്ന് പറയുന്നത്? അത് കേരള രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു മനഃശാസ്ത്രത്തിൻ്റെ പ്രശ്നമുള്ളത്. അതായത് എതിരാളികളുടെ മേലെ BJP ബന്ധം ആരോപിച്ചാൽ മൈനോറിറ്റി വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകളൊക്കെ ഇവർക്ക് കിട്ടുന്നുള്ള ഒരു കണക്കുണ്ട്. ഇവരുടെ ഒരു ധാരണയാണത്. അതായത് പിന്നെ എതിരാളികളുടെ മേൽ BJP ബന്ധം ആരോപിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ മുഴുവനും അവരുടെ വോട്ട് ഇപ്പുറത്ത് കൊണ്ടുതരും എന്നുള്ള തരത്തിൽ, അത് വലിയ അധ്വാനം കൂടാതെ ഇത്തരം ചുരുങ്ങിയ ചില ചെറിയ ടെക്നിക്കുണ്ട്, തന്ത്രങ്ങളുണ്ട്. ഈ BJP എതിർപക്ഷത്തിൻ്റെ മേലെ BJP ബന്ധം ആരോപിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ മൊത്തത്തിൽ തങ്ങളുടെ പെട്ടിയിലാക്കാം എന്ന വളരെ അപകടകരമായ ഒരു കണക്ക് കൂട്ടലാണ് ഈ രണ്ട് മുന്നണികളും കൊണ്ട് നടത്തുന്നത്. അല്ല, തൃപ്പൂണിത്തുറയുടെ അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഡീലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഡീല് വിവാദം ഉന്നയിക്കുന്നതാരാ? പിന്നെ പ്രതിപക്ഷ നേതാവാണ് ഈ തൃപ്പൂണിത്തുറ കൊണ്ട്. ഏതായാലും ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ തൃപ്പൂണിത്തുറയിൽ ഞങ്ങളെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും അത് ജയിച്ചു വരണമെന്നുള്ള നിങ്ങളെപ്പോലെയുള്ള നല്ല ആളുകളുടെ ആഗ്രഹം അത് കാണുന്ന സമയത്ത് വലിയൊരു സന്തോഷം ഉള്ളൊരു വ്യക്തിയാണ്. കാരണം തൃപ്പൂണിത്തുറയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതായാലും നിങ്ങളുടെ ആ ഒരു നല്ല ഉദ്ദേശശുദ്ധിക്കും സന്മനസ്സിനും ഞാൻ വളരെ നന്ദി പറയുകയാണ്. മഞ്ചേശ്വരത്ത് എണ്ണം പറയാൻ പാടില്ല. എണ്ണം പറയുന്നത് അത് തന്ത്രത്തിൽ വരുന്നൊരു പിഴവാണ് എണ്ണം പറയുന്നത്. പാലക്കാട് നല്ല പ്രതീക്ഷയുണ്ട്. ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രിയുടെ പരിപാടിയിലുണ്ടായിരുന്നു. ഒരു ആരവമുണ്ട്, ഒരു പുതിയ ഒരു വികാരത്തിൻ്റെ വലിയ വേലിയേറ്റം കാണുന്നുണ്ട് എല്ലായിടത്തും. ആ നിയമം അങ്ങനെ തന്നെ ഓരോരോ മണ്ഡലം, അങ്ങനെ ഒരു വിദഗ്ധനൊന്നുമല്ല ഞാൻ. നിങ്ങൾ ഓരോ മണ്ഡലത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള വൈദഗ്ധ്യം എനിക്കില്ല. അത് ഞാൻ പറയാം, അതൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നിർണായക നിലയിലേക്ക് വരും വിജയം. സംശയം, പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ ജയിക്കും, അതും സംഭവിക്കും. കേരളം അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് 9-ാം തീയതി ഇതിൽ വരാൻ പോകുന്നത്. എന്താ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുഴപ്പത്തിലാക്കുന്ന ചോദ്യം എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അതന്നെ, തീർച്ചയായിട്ടും സഹനശക്തിയും ദഹനശക്തിയും ഇത് രണ്ടും തീർച്ചയായിട്ടും അത് വേണം, അതെല്ലാവർക്കും വേണം. ഏതില് അത് ഇത് വളരെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വിദേശ സംഭാവനയുടെ പ്രശ്നം. ഇവിടെ ലക്ഷക്കണക്കിന് എൻ ജി ഒകൾ
ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട്. അവർ ധാരാളം വിദേശ സംഭാവനകൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ആ സംഘടനകൾ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈ കിട്ടുന്ന സംഭാവനകൾ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അനുഭവം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇത് വിദേശ സംഭാവനകൾ നിരോധിക്കണം എന്നുള്ള ഒരു വാദഗതി കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് വന്നിരുന്നു. ഇപ്പോഴും വാസ്തവത്തിൽ ഈ പ്രചരണം നടക്കുന്നത് പോലെയുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടൊന്നും എടുത്തിട്ടില്ല. അത് ഇപ്പോഴും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുന്നു. ന്യൂനപക്ഷങ്ങൾ ധാരാളം ഇപ്പം BJPയിലേക്ക് വരുന്നു, സമുദായങ്ങൾ വരുന്നു, സംഘടനകൾ വരുന്നു. അപ്പോൾ അതിനെ ഒന്ന് തടസ്സപ്പെടുത്താൻ വേണ്ടി ഈ ഒരു സ്ഥിതിയെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം, അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ CPM-ഉം കോൺഗ്രസും ഒക്കെ അത് ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് ഏകദേശം അതിനെക്കുറിച്ച് അത്ര വലിയ ആശങ്കയില്ല. ഏതിലേ? അതെ, അതല്ല അത് ഇല്ല, ആ ബില്ല് അതിൻ്റെ പൂർണ്ണ തോതിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇല്ല അതെ ഇത് ബില്ലിനെ സംബന്ധിച്ചുള്ള ആശങ്കകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സംശയമാണത്. ഈ ബില്ലിങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം വരും, അത് എങ്ങനെയെല്ലാം ബാധിക്കുന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. ആശങ്ക ദൂരീകരിക്കണം. ആശങ്ക ദൂരീകരിച്ചുകൊണ്ട് അത് ഫലപ്രദമായിട്ട് സമഗ്രമായിട്ട് അത് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് അതിൻ്റെ ഒരു നിലപാട്. അങ്ങനെയാണ്. അത് ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പണം, വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പണം ആ ചാരിറ്റികൾക്കല്ലാതെ പുറത്തേക്ക് പല രീതിയിലും അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതാണ്. അല്ല, മതപരിവർത്തനം അതൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. ഈ മതപരിവർത്തന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അത് ആ രീതിയിലല്ല. അത് മതപരിവർത്തനം മാത്രമല്ല, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക്, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്നെ ഇങ്ങനെ വരുന്ന ഫണ്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് വടക്കേ ഇപ്പം അല്ല, ജമ്മു കാശ്മീരിലും മറ്റൊക്കെ വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, തീവ്രവാദികൾ. പർട്ടിക്കുലർ എനിക്കിപ്പോൾ പേരൊന്നും പറയാൻ പറ്റില്ല.